നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയവിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. ജ്ഞാനപ്പാന 4-ാം ഭാഗം തുടരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് ഒന്നും ചെന്നങ്ങു തന്നോട് പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ എന്നാണ്. പ്രകൃതിയുമായിട്ട് ചേർന്ന് പ്രപഞ്ചം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഒന്നിനോടും ചേർന്ന് നിൽക്കുന്നില്ല. പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയാകുന്ന മായാശക്തിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുമെങ്കിലും അതിൽ പറ്റുന്നില്ല. അതുമായിട്ടൊരു ബന്ധവും ഉണ്ടാക്കുന്നില്ല. ഇനി തുടരുന്നു. ഒന്നൊന്നായി നിനയ്ക്കും ജനങ്ങൾക്കു ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി, ഒന്നിലുമറിയാത്ത ജനങ്ങൾക്കു ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി, ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിൽ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി. ഒന്നൊന്നായി നിനയ്ക്കും ജനങ്ങൾക്കു. നേരത്തെ നമ്മൾ പറഞ്ഞ സ്വർണ്ണാഭരണത്തിൻ്റെ കഥ പറഞ്ഞ പോലെ സ്വർണത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കാതെ ഓരോ മാലകളും ഇത് മാലയാണ്, ഇത് വളയാണ്, ഇത് കമ്മലാണ് എന്നും, അതുപോലെ തന്നെ ആ മാലകൾ കാണുമ്പോൾ ഇത് ഇന്ന ഡിസൈനാണ്, ഇത് വേറൊരു ഡിസൈനാണല്ലോ എന്ന് പറഞ്ഞ് ആ മാലയിൽ തന്നെ തരംതിരിവ് കാണുന്നവരുമായിട്ടുള്ളവർക്ക്, അങ്ങനെയുള്ള ജനങ്ങൾക്ക്, എല്ലാം വേറെ വേറെ വേറെയാണ് എന്ന് നനയ്ക്കുന്ന ജനങ്ങൾക്കാണ്. ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി. ഇനി ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക്, അപ്പോൾ എല്ലാം വേറെ വേറെ ആണ് എന്ന് അറിയുന്ന ജനങ്ങൾക്ക് ജ്ഞാനം സമ്പാദിക്കുന്നത് വഴി അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിലൂടെ നീങ്ങിക്കഴിഞ്ഞാൽ ഈ വിഡ്ഢിത്തരം, നമ്മൾ ഇത്ര നേരം ചിന്തിച്ചിരുന്നതെല്ലാം തെറ്റാണെന്നും എല്ലാം ഒന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്നും മനസ്സിലാവും. ഈ കാണുന്നതെല്ലാം ഒരേ ഒരു പരബ്രഹ്മത്തിൻ്റെ പല പല രൂപഭേദങ്ങളാണ് എന്നും മനസ്സിലാവും. ഇനി ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി. ചിലരുണ്ടല്ലോ ഭക്തി എന്താണെന്ന് അറിയില്ല, ആഗ്രഹവുമില്ല. അതേപോലെ ആത്മജ്ഞാനം നേടണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. എന്താണ് ദൈവം എന്നൊരു സാധനമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതൊരു ശക്തിയാണെന്ന് നമ്മൾ പറഞ്ഞു എങ്കിൽ പോലും അതൊന്നുമില്ല, ഇന്ന് കാണുന്നത് മാത്രമാണ് സത്യം എന്ന് ചിന്തിച്ച് നടക്കുന്ന ജനങ്ങളുണ്ട്. അവർക്ക് ഇത് ഒട്ട് മനസ്സിലാവാനും പോകുന്നില്ല എന്താണിത് എന്നുള്ളത്. അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലല്ലോ. അതിനെപ്പറ്റി ജ്ഞാനം നേടാനുള്ള ശ്രമവുമില്ലെങ്കിൽ അവർക്കത് അജ്ഞാനമായിട്ട് തന്നെ നിലനിൽക്കും. പിന്നീട് പറഞ്ഞത് ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ ഒന്നായുള്ള ഒരു ജീവസ്വരൂപമായി. ലോകത്തിലുള്ള എന്ത് സാധനങ്ങളെടുത്താലും ഒരുപോലെ എന്ന് പറയുന്ന രണ്ട് സാധനങ്ങളുണ്ടാവില്ല. ഇത് അതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും ചെറിയൊരു വ്യത്യാസം എവിടെയെങ്കിലും കാണാം. എല്ലാ വസ്തുക്കളും ജഡവസ്തുക്കളാണ് അല്ലേ? ശരീരം ജഡമാണ്. അതിൽ പരമാത്മാവിൻ്റെ ഒരു ശക്തി വരുമ്പോഴാണ് അവിടെ ജീവചൈതന്യം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാ ചരാചരങ്ങളിലും ഒരേ ഒരു ശക്തിയാണ് ഉള്ളത്. ആ ശക്തി വരുമ്പോഴാണ് ജീവൻ വരുന്നത്. ഇനി ഈ ജീവനിൽ തന്നെ എല്ലാ മനുഷ്യരും വ്യത്യാസമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു മനുഷ്യൻ്റെ രൂപം എടുത്തു കഴിഞ്ഞാലും ആ മനുഷ്യൻ അടുത്ത മനുഷ്യനുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ധാരാളം വ്യത്യാസങ്ങൾ കാണും. ഒരു കാര്യത്തിലും അവർ തമ്മിൽ സാമ്യത ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഈ DNA ടെസ്റ്റൊക്കെ നടത്തിയിട്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്, ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. എല്ലാ മനുഷ്യർക്കും മുടിയുണ്ട്. ഒരേ പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും ചിലപ്പോൾ കറുത്ത മുടിയായിരിക്കും. 70 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും വെളുത്ത മുടിയായിരിക്കും, പെയിൻ്റൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. അതേപോലെ തന്നെ നഖങ്ങളുണ്ട്, കൈരേഖയുണ്ട്, കൈകളുണ്ട്, രേഖകളുണ്ട്, കയ്യിൻ്റെ വിരലുകൾ, കാലിൻ്റെ വിരലുകൾ, അതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങൾ, അവയവങ്ങൾ. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഇതെല്ലാം ഉണ്ട്. എങ്കിലും ഓരോരുത്തരായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയും ട്വിൻസാണെന്ന്. എന്നിട്ടൊരു കാര്യമില്ല. ഇപ്പം ഞാൻ തന്നെ ഒരു ട്വിൻസിൽപ്പെട്ടതാണ്, ഇരട്ടയാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ യാതൊരു സാമ്യതയും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരേ ലിംഗത്തിലുള്ളവരാണെങ്കിൽ, 2 പെൺകുട്ടികളോ 2 ആൺകുട്ടികളോ ആണെങ്കിൽ ചിലപ്പോൾ കുറേയൊക്കെ സാമ്യത ഉണ്ടാവാം. ഞങ്ങളങ്ങനെയല്ല.
ആ രണ്ട് പെൺകുട്ടികൾ ഇരട്ടകളാണെന്ന് പറഞ്ഞാൽ പോലും അവരിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമില്ലാതിരിക്കില്ല. ഒരു വസ്തു അതേപോലത്തെ ഒരു വസ്തുവായിട്ട് ലോകത്തിലില്ല തന്നെ എന്നാണ് പറയുന്നത്. ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ ഒന്നായെന്നുള്ളൊരു ജീവസ്വരൂപമായി. അവരുടെ മുടിയെങ്കിലും അല്ലെങ്കിൽ നഖങ്ങളായാലും ഏത് കൈയിൻ്റെ രേഖകൾ നോക്കാറുണ്ടല്ലോ സാധാരണ. പിന്നെ ഇരട്ട പ്രസവിച്ച കുട്ടികളാണ് എന്ന് വിചാരിച്ച് അവരുടെ കൈരേഖ ഒരുപോലെ വരണമെന്നില്ല. അതുകൊണ്ടാണല്ലോ എല്ലാവരുടെയും തലവരെയും മാറുക എന്ന് നമ്മൾ പറയുന്നത്. അവർ എത്ര ട്വിൻസാന്നൊക്കെ പറഞ്ഞാലും ഒരേ സെക്കൻഡിൽ ആയിരിക്കില്ലല്ലോ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും വന്നിരിക്കുന്നത്. മിനിറ്റുകളോളം വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അപ്പം ഇതിനെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് ഒരേ ഒരു ജീവസ്വരൂപമാണ് എന്നുള്ള അറിവാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത്. ആ പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അത് ആ പരബ്രഹ്മം ഒരു കാര്യത്തിനോട്, അതായത് ഒന്നിനോടും ശരീരത്തിനോടോ മനസ്സിനോടോ ഒന്നും തന്നെ ഒട്ടി നിൽക്കുന്നില്ല. മനസ്സും ശരീരവും പരമാത്മാവിൻ്റെ ശക്തിയും എല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൃഷ്ടി നടത്തുമ്പോൾ ഇനി എന്താണ്, കുറച്ചും കൂടെ വിവരിക്കുകയാണ് ഇതിനെ പറ്റിയിട്ട്. ആ സൃഷ്ടിയുടെ വിവരണം തീർന്നിട്ടില്ല. ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോയി എന്നാണ് അടുത്ത വരി വരുന്നത്. ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ. മൂന്നുമൊന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമന്നേരത്ത്. ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും. അപ്പം അങ്ങനെ ഒന്നിലും ബന്ധം സ്ഥാപിക്കാതെ നിൽക്കുന്ന പരമാത്മാവ് പ്രകൃതിയോട് ചേർന്ന് സൃഷ്ടി നടത്തുകയാണ് ചെയ്തത്. ഒന്നിലും ബന്ധമില്ലാതെ നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ. അങ്ങനെ പ്രകൃതിയുമായിട്ട് ചേരുമ്പോൾ അവിടെ 3 രൂപമാണ് എടുക്കുന്നത്. മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമന്നേരത്ത്. എന്താണ് 3 തമോ ഗുണം നമ്മൾ പഠിച്ചു അല്ലേ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ രജോ ഗുണം നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അധികമായിട്ടുള്ള ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നത്. സത്വഗുണം അധികമായിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണുവാണ് സംരക്ഷണം തരുന്നത് എല്ലാ ചരാചരങ്ങൾക്കും. ഇനി തമോ ഗുണം കുറച്ച് കൂടുതലുള്ള സാക്ഷാൽ ശ്രീ പരമശിവനാണ് അതിൻ്റെ സംഹാരം നടത്തുന്നത്. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരമായി. സൃഷ്ടി നടക്കുന്നു, അത് സംരക്ഷിക്കപ്പെടുന്നു, വീണ്ടും സംഹാരം അടുക്കുന്ന സമയത്ത് അത് സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സംഹാരം നടന്നു കഴിഞ്ഞാൽ അതെല്ലാം ലയിക്കുന്നത് സാക്ഷാൽ പരമാത്മാവിൽ തന്നെയാണ്. മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമന്നേരത്ത് എന്നാണ്. എല്ലാം കൂടെ വീണ്ടും ലയിക്കുന്നത് പരമാത്മാവിലേക്ക് തന്നെയാണ് ഈ 3 ഗുണങ്ങളും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സൃഷ്ടി കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ 3 സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ലയിച്ചത്. പിന്നെ വിശ്വം എന്ന് പറയാൻ പറ്റില്ല. വിശ്വം എന്ന് പറയുന്ന ഒരു സംഭവം നിലനിൽക്കുന്നില്ല. എല്ലാം കൂടെ ലയിച്ച് ഒന്നായിപ്പോയി. അപ്പോൾ പരമാത്മാവ് യോഗനിദ്രയിലായിട്ട് മാറുന്നു. നാരായണീയത്തിൻ്റെ ആദ്യ ദശകങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി വീണ്ടും നമ്മുടെ കർമ്മഗതിയെ പറ്റിയിട്ടാണ് വിവരിക്കുന്നത്. പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും 3 ജാതി നിരൂപിച്ചു കാണുമ്പോൾ 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും കൂടെ ഉള്ള മിശ്രിതം, പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സത്വഗുണം ധാരാളമായിട്ട് വരുന്ന ജനങ്ങൾക്ക്, അതായത് ഒരേ ഒരു ഭഗവാൻ സൃഷ്ടിച്ച പരമാത്മാവ് മായയോട് ചേർന്ന് സൃഷ്ടി നടത്തി പ്രപഞ്ചം വന്നു. അവിടെ ത്രിഗുണാത്മകമായിട്ടുള്ള പ്രകൃതിയുമായിട്ടാണ് ചേർന്നത്. അതുകൊണ്ട് 3 ഗുണങ്ങൾ വന്നു. ഇതെല്ലാം ഭഗവത്ഗീതയിൽ വരുന്നതാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ സത്വഗുണം എപ്പോഴും പുണ്യകർമ്മങ്ങളെയാണ്
കാണിക്കുന്നത്. അതേ സമയത്ത് രജോ ഗുണം എന്ന് പറയുന്നത് മിശ്രമാണ്. പുണ്യങ്ങളും ഉണ്ടാവും, പുണ്യകർമ്മങ്ങളും ധാരാളം ചെയ്തിരിക്കും. അതേ സമയത്ത് പാപകർമ്മങ്ങളും അവർ തന്നെ ചെയ്തു എന്നും വരാം. ഇനി തമോ ഗുണം. തമോ ഗുണം ഒട്ടും മറ്റു 2 ഗുണങ്ങളും ഇല്ലാത്തതായതുകൊണ്ട് തന്നെ അത് കുറച്ച് പാപകർമ്മങ്ങൾ ധാരാളമായിട്ടും നമ്മൾ 99% എന്നൊക്കെ പറയണ മാതിരി ഗുണങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതായിരിക്കും. അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഈ കർമ്മങ്ങളെ തിരിച്ചിരിക്കുന്നത്. ഈ 3 കർമ്മങ്ങളും നമ്മുടെ ജീവനെ തളയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. ചങ്ങലക്കിട്ടേക്കാണ്. ഇനി ആ ചങ്ങലയെ വിവരിക്കുകയാണ് അടുത്ത വരികളിൽ പറയുന്നത്. എന്തായാലും ചങ്ങലക്കിട്ടു. ചങ്ങലക്കിട്ട് കഴിഞ്ഞാൽ അവിടെ എന്തായിപ്പോയി? ബന്ധനമായിപ്പോയി. ആ ബന്ധനം ഇനി 3 ജാതി നിരൂപിച്ചു കാണുമ്പോൾ 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങലയൊന്നിപ്പറഞ്ഞതിൽ ഒന്നിരുമ്പ് കൊണ്ടെന്നത്രേ ഭേദങ്ങൾ. രണ്ടിനാലുമെടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമം കർമ്മവും. ചങ്ങലയോണ്ട് ബന്ധിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് സ്വർണ്ണ ചങ്ങലയാണോ ഇരുമ്പ് ചങ്ങലയാണോ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുണ്ടായ ചങ്ങലയാണോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ചങ്ങല തന്നെ. നമ്മുടെ കാൽ രണ്ടും ഒരു ചങ്ങലയോണ്ട് കെട്ടിയിട്ടു. അതിന് സ്വർണ്ണ ചങ്ങലയോണ്ട് കെട്ടിയിട്ടാലും ഇരുമ്പ് ചങ്ങലയോണ്ട് കെട്ടിയിട്ടാലും ഇത് രണ്ടും കൂടെ ഉണ്ടാക്കിയ ഒരു ചങ്ങലയോണ്ട് കെട്ടിയിട്ടാലും നമ്മുടെ 2 കാലും നമുക്ക് അനക്കാനായിട്ട് സാധിക്കില്ല, ബന്ധിച്ചു പോയി. അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ തന്നെ നമ്മുടെ ജീവന് തളയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ആ ജീവൻ അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കർമ്മങ്ങൾ അതിനനുസരിച്ചാണ് ബന്ധങ്ങൾ. അപ്പോൾ സത്വഗുണം കൂടുതലുള്ള ആൾക്കാരാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അവരത് ഭഗവത് സമർപ്പണമായിട്ട് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ പൊന്നിൻ ചങ്ങല എന്ന് വിളിച്ചത്. സത്വഗുണികളുടെ ചങ്ങലയാണ്, ബന്ധനമാണ്. ചങ്ങലയല്ല, ഇവിടെ ബന്ധനമാണ്. നമ്മൾ പൊന്നിൻ ചങ്ങല എന്ന് വിളിച്ചത്. പാപകർമ്മങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ ബന്ധനത്തെയാണ് ഇരുമ്പ് ചങ്ങല എന്ന് വിളിച്ചത്. ഇനി പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരാണ് രജോ ഗുണം നിറഞ്ഞ ആൾക്കാർ. അവർ മിശ്രണമാണ്. ഈ നമ്മൾ അലോയ് എന്ന് പറയില്ലേ, കുറേ മെറ്റൽസ് കൂടിയിട്ട് ഒരുമിച്ച് ചേർക്കുന്നത്. അലോയ് ഈസ് എ മിക്സ്ചർ ഓഫ് ടു മെനി എലിമെൻറ്റ്സ് എന്നാണ്, ടു മെനി മെറ്റൽസ് എന്നാണ്. അപ്പോൾ അതുപോലെ ഇവിടെ പഞ്ചലോഹങ്ങളെ കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതേപോലെ ഇവിടെ പുണ്യവും പാപവും കൂടെ ചേർത്ത്, ഇവിടെ ഇരുമ്പും പൊന്നും സ്വർണവും കൂടി ചേർത്തിട്ടാണ് ചങ്ങല ഉണ്ടാക്കിയത്. എന്നാലും എന്താ കാര്യം? ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ ബന്ധങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പണ്ട് നമ്മൾ പറയാറുണ്ടല്ലേ, ബന്ധുരക്കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അപ്പം ഏത് കൂട്ടിലാണ്, സ്വർണ്ണക്കൂട്ടിലിട്ടിട്ടും കാര്യമൊന്നുമില്ല, ബന്ധനം തന്നെയായിരിക്കും. അപ്പോൾ എത്ര കാലം സൃഷ്ടി നടക്കുന്നുണ്ടോ അത്രയും കാലം നമ്മൾ ചങ്ങലയിൽ തന്നെയാണ്. നമ്മളുടെ കർമ്മങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടു. ഈ സംസാര സാഗരത്തിൽ നമ്മളിങ്ങനെ ജനനം മരണം, നേരത്തെ പറഞ്ഞല്ലോ സംസാര ചക്രം, അതിലിങ്ങനെ മുങ്ങി ജനിക്കുന്നു മരിക്കുന്നു, വീടുകളായിട്ട് വന്ന് കൊണ്ടിരിക്കും. അത് നമ്മുടെ ഈ വീല് തിരിയുന്ന പോലെയാണ്. ഇപ്പം നമ്മൾ ഈ അമ്പലങ്ങളിലെ ഉത്സവത്തിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ മെർഗോ റൗണ്ടെന്ന്. ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് പൊട്ടി വീഴുകയൊക്കെ ചെയ്തായിരുന്നു. അതേപോലെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചക്രം കറക്കുന്ന ആൾ മോട്ടർ ഓൺ ചെയ്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ചക്രം കറക്കുന്ന ആളാരാണ്? സാക്ഷാൽ പരമാത്മാവാണ്. അദ്ദേഹം വിചാരിക്കണം അത് നിർത്തണം. നിർത്തിക്കഴിഞ്ഞാലോ എല്ലാം കൂടെ ഒന്നിൽ ലയിക്കുകയും ചെയ്യും. ബ്രഹ്മാവിന് പോലും പറ്റില്ല എന്നാണ് പറയണത് ഈ ബന്ധനം തീർക്കാൻ. അതാണ് ഇനി അടുത്ത വരികളിൽ പറയുന്നത്. ബ്രഹ്മവാദി ഈച്ചേറുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും, ഈ കർമ്മത്തിൽ ബന്ധിതനായിട്ട് ബന്ധിതനായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു എന്താ പറയുക, ചങ്ങല പൊട്ടിച്ചെറിയുക എന്നൊക്കെ പറയുന്ന പോലെ ആ ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ പ്രയാസമാണ്. ബ്രഹ്മാവിന് പോലും അത് ഈ കയറ് കർമ്മപാശം എന്നാണ് വിളിക്കുന്നത്. ഈ ബന്ധനം അല്ലെങ്കിൽ ഈ കയററുത്ത് ഒരു സ്വതന്ത്രനാവാൻ കഴിയാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്.
ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതു ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കയെന്നതു ബ്രഹ്മാവിനുമെളുതല്ല നിർണയം. നേരത്തെ പറഞ്ഞല്ലോ, ഈച്ചയ്ക്കുണ്ട്, ഉറുമ്പിനുണ്ട്, സർവ്വചരാചരങ്ങൾക്കുമുണ്ട് ബന്ധനം. എല്ലാവരും ബന്ധിക്കപ്പെട്ടാണ് ജീവിക്കുന്നത്. ജീവിതം തുടങ്ങിയോ, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നോ എന്നാൽ പിന്നെ ബന്ധനം തന്നെ. ഏതുവരെയാണ്? മരണം വരെ. അല്ലെങ്കിൽ അത് ഇപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്നതും ഭുവനാന്ത്യ പ്രളയം കഴിവോളം. സൃഷ്ടി വരുന്നു, സൃഷ്ടിയുടെ അവസാനം സൃഷ്ടി, സ്ഥിതി, സംഹാരം, അത് കഴിഞ്ഞാൽ പ്രളയം. ആ പ്രളയം കഴിയും, പിന്നെയും വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള ഇതിൽ കടന്ന് ഉഴലുന്ന സാധാരണക്കാരന് എങ്ങനെയായാലും ഇതിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇനി കർമ്മവാശത്തെ ലംഘിക്കുക എന്നത് ബ്രഹ്മാവിനും എളുതല്ല നിർണയം. ഇനി ആർക്കാ? ദിക്പാലന്മാരും അവണ്ണം ഓരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു. നമ്മൾ ഓരോരോ കിഴക്ക് തെക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള ദിക്പാലകന്മാരെ പറ്റിയിട്ട് പറയാറുണ്ടല്ലോ. അപ്പം ലോക നിലനിൽപ്പിന് വേണ്ടിയിട്ട് വർത്തിക്കുന്ന അതാണ് ദിക്പാലകന്മാർ. അവർ പോലും ഓരോരോ ദിക്കിലും അവിടെ തന്നെ ഇട്ടപ്പെട്ടിരിക്കുകയാണെന്ന്, അവിടെ തിളയ്ക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അത് അവരുടെ പ്രവൃത്തി നന്മയാണ്. നമ്മുടെ ഈ ലോകം സംരക്ഷിക്കുക എന്നതാണ് അവരുടെ കർത്തവ്യമെങ്കിൽ അതാണ്. നല്ല കർമ്മങ്ങൾ ചെയ്താൽ ശരി, ബന്ധനം തന്നെയാണ്. പൊന്നും ചങ്ങല കൊണ്ടാണെന്നേ ഉള്ളൂ. പാപകർമ്മങ്ങൾ ചെയ്താൽ അതിനനുസരിച്ചാണ് വരിക. ഈ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കർമ്മഗതിയാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണു.